അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത OTT റിലീസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ദിലീപിന്റെ റീസെന്റ് ഇറങ്ങിയ സിനിമയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഇത്. ഞാൻ ഇത് ഭയങ്കര ലോ എക്സ്പെക്ടേഷനാണ് ഈ സിനിമ കണ്ടത്. കൂടുതൽ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നും വെക്കാണ്ട് ജസ്റ്റ് ഒരു ദിലീപിന്റെ അവിടെ ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കും ജസ്റ്റ് കയറിയതാണ്. പക്ഷേ ഇതിനകത്ത് കണ്ടന്റ് ഉണ്ട്, നല്ലൊരു പടം. ദിലീപിന് ഇപ്പോൾ അടുത്ത് കിട്ടിയ വെച്ച പടത്തിൽ ഏറ്റവും ബെസ്റ്റ് പടം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അടുത്ത പവി കെയർ ടേക്കറോ അങ്ങനത്തെ കുറേ പടങ്ങളിലും ഉണ്ട്. എനിക്ക് തീരെ കണക്ട് ആകാത്ത പടങ്ങളായിരുന്നു. എനിക്ക് ഒരു പടം വർക്കൗട്ട് ആയിട്ടില്ല. മൊത്തത്തിൽ അതിൻ്റെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഒരു കോമഡിയും കാര്യങ്ങളും വലിച്ച് കിട്ടിയിട്ട് ഇപ്പോഴത്തെ രീതിയിലെ ഒരു കോമഡിയോ കാര്യങ്ങളൊന്നും വെക്കാണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തേക്ക് വന്നാൽ ഇതിൻ്റെ കോമഡിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടി അവർ നല്ല ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ക്രഞ്ച് ഓവർ ദ ടോപ്പ് ആയിട്ടൊക്കെ കോമഡീസ് വന്നിട്ടുണ്ടെങ്കിലും അധികം ഈ സിനിമയിൽ കാണിക്കുന്ന കുറേ കോമഡീസ് ഒക്കെ എനിക്ക് നല്ല ഇരിക്കുന്ന വർക്കായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് പോർഷനിലൊക്കെ എത്തുമ്പോൾ ദിലീപിന്റെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസും സിദ്ദിഖിന്റെ കുറേ കോമഡീസ് ഒക്കെ നല്ല ഇരിക്കുന്ന വർക്കൗട്ട്. എനിക്കൊരു സിനിമ തന്നെ എനിക്ക് സിദ്ദിഖിന്റെയാണ് കുറേ വർക്കൗട്ട് ആയിട്ടുള്ളത് കോമഡിയൊക്കെ. ആൻഡ് ദിലീപ് നല്ല ഇരിക്കുന്ന പെർഫോം ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. ആ ഒരു ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. സാധാരണ ഒരു ഫാമിലി കാണാൻ പറ്റിയ ഒരു മൂവിയാണ്, സിമ്പിൾ പടമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ ആണ് സിനിമയിൽ ഒരു കോർ വരുന്നത്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫാമിലി ഡ്രാമ, ഫാമിലിയിൽ അടക്കം നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ദിലീപിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കല്യാണമൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറിന്റെ ജേണിയാണ് ഇത് സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത് വിനീത് ശ്രീനിവാസൻ ഒരു ജാതി ജാതകം കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏകദേശം ഒരു സെയിം പ്ലോട്ട് തന്നെ, ഏകദേശം നല്ല ഇങ്ങനെ ഒരു ഫൺ രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ പരിപാടി. എന്നാൽ ദിലീപിന്റെ പെർഫോമൻസ് വൈസ് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മുന്നത്തെ സിനിമയിലൊന്നും ആ സംഭവം കിട്ടിയിട്ടില്ല നമുക്ക്. എസ്പെഷ്യലി കോമഡീസ് ഒക്കെ ഇങ്ങനെ വെതറി ഇടുന്നതിനെ കൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ഇല്ല. പക്ഷേ ഈ സിനിമ ആ ഒരു സിനിമ വെച്ച് കമ്പാരിറ്റീവ് മാത്രമല്ല എല്ലാം കൊണ്ട് നല്ല ഇരിക്കുന്ന ഒരു നല്ല സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമ ക്ലൈമാക്സ് എടുക്കുന്നതിൻ്റെ ഒക്കെ മുമ്പാണ് ആ ഒരു ഇമോഷണൽ കണക്ഷനിലും പരിപാടിയൊക്കെ വരുന്നത്. നല്ല ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് പുതിയൊരു ചിഞ്ചുറാണെന്നെല്ലാം പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ ആളാണെന്ന് തോന്നുന്നു. നല്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഈ സിനിമയിൽ തന്നെ. ഞാൻ അതിൻ്റെ അകത്ത് നല്ലൊരു മെസ്സേജും ലാസ്റ്റ് തരുന്നുണ്ട്. പറയാൻ വരുന്ന കാര്യങ്ങൾ നല്ല ക്ലീൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ബേസിൽ സെക്കൻഡ് ഹാഫ് പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്താ പറയുക, നമ്മളെ എൻഗേജിങ് ആക്കി പിടിച്ച് വെക്കുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കണക്ട് ആകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു വട്ടത്തിൽ കാണാൻ പറ്റിയ ഒരു നല്ലൊരു മെസ്സേജ് ഈ സിനിമയിൽ തരുന്നുണ്ട്. ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു സിനിമ കണ്ടത് അതുകൊണ്ടാണോ എന്ന് അറിയില്ല. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. മൊത്തത്തിലൊക്കെ ദിലീപ് നല്ലൊരു പടം കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാം കൊണ്ട് കണ്ടപ്പോൾ. സോ ധ്യാൻ ശ്രീനിവാസ് ഈ പടം പടം തുടങ്ങി കുറച്ചൊക്കെ ഫസ്റ്റൊക്കെ കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ധ്യാൻ ഇല്ല. ധ്യാൻ ശ്രീനിവാസൻ വിദേശത്തൊക്കെ ഓട്ടോ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് മൂപ്പരെ ഇല്ലാത്ത പടത്തിലില്ല. പിന്നെ ഫസ്റ്റൊക്കെ വന്ന് പോയെന്നേ ഉള്ളൂ. ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഫീലിംഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫാമിലിക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇപ്പോഴത്തെ ജനറേഷൻ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ മീഡിയക്കെല്ലാം കൊടുക്കുന്ന ഒരു കൊട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കൊട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. എല്ലാവരും ഫാമിലി ആയിട്ടൊന്നും കണ്ടുനോക്കാൻ പറ്റിയ നല്ല അടിപൊളി പടം.